ബിഗ് ബ്രേക്കിംഗ്. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭനെ കൊന്നതാണെന്നാണ് വെളിപ്പെടുത്തൽ. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന കടക്കരപ്പള്ളിയിലെ ദല്ലാളുടെ ശബ്ദരേഖയാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. കടക്കരപ്പള്ളി സ്വദേശിനിയോടാണ് ദല്ലാളായ സോഡ പൊന്നപ്പൻ എന്നറിയപ്പെടുന്നയാൾ കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. 4 വർഷം മുമ്പ് നടന്ന ഈ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ശബ്ദരേഖ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശിനിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തയിലെ സുപ്രധാനമായ എക്സ്ക്ലൂസീവുകളൊക്കെ പുറത്തുവിട്ട ആലപ്പുഴയിലെ ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരണ്യ, ഈ സ്ത്രീകളുടെ അതിനു മുമ്പായി ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഇവന്റെ ഒരു ചുക്കും ഇല്ലായിരുന്നു. ഈ പ്രായങ്ങളുടെ ഒന്നുമില്ലായിരുന്നു. ഒരു 5 വയസ്സായി ഒന്നും ഇല്ല എന്നുള്ളവരെ എനിക്കറിയായിരുന്നു. നാടകങ്ങൾ നടക്കില്ലായിരുന്നു. ആ സെബാസ്റ്റ്യൻ ഇവനും കൂടിയാണ് വെച്ചത്. എന്നെ വിളിച്ചോണ്ട് ഞാൻ അവിടെ പോയി. പിറ്റേ ദിവസം രാവിലെ പ്രായങ്ങൾ വീട്ടിൽ വന്നു. പൊന്നം പോയിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും പറയും, എന്നെ പറ്റി ഒന്നും പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞതാണ്. നിങ്ങൾ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും വിറ്റ് ആ പെണ്ണിനെയും കൊണ്ട് കൊന്നു. ഇത് എനിക്കറിയാവുന്ന ഇത് ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അവളൊന്നും ജീവിച്ചിരിപ്പില്ല, അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടിച്ചിട്ട് ബാത്റൂമിലിട്ട് അടച്ചു. ദേവനും ഉണ്ടായില്ല. പിന്നെ നമ്മളതിനകത്ത് അങ്ങനെ തല്ലി പോയി. അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയുക ഇങ്ങനെ ഈ മാടക്കെ അപ്പറയാണെന്ന് പറയണ. ആ വീടെന്ന് പറയാൻ ഭയങ്കര വലിയ വീടായിരുന്നു. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. സുപ്രധാനമായ ഒരു വാർത്തയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തുകയായിരുന്നു. സെബാസ്റ്റ്യനും മറ്റു സുഹൃത്തായ ഒരാളും ചേർന്നാണ് ഈ കൊല നടത്തിയതെന്നും കുളിമുറിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്നും അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് നൽകിയ ശേഷമാണ് ഈ കൊല നടത്തിയതെന്നുമെല്ലാമാണ് പുറത്തുവിടുന്ന വിവരങ്ങൾ. സോഡ പൊന്നപ്പൻ എന്നറിയപ്പെടുന്ന ഇരുവരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന സോഡ പൊന്നപ്പൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ സോഡ പൊന്നപ്പൻ സംസാരിച്ച ശശികലയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചു? അത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലെ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള ഒരു ഇത് വന്ന ബിന്ദു പത്മനാഭൻ്റെ കേസ് കെട്ടിൽ അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ. പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. പെണ്ണിനെ അറിയുക നിങ്ങൾക്കറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ്. അപ്പോൾ പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി സഹവസിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ്. അവൾ നല്ലോണം മദ്യപിക്കണതാണ്, കൊള്ളിയില്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. വെറുതെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ്. ഫ്രാങ്ക്ലിൻ പറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആര് കൊന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേർ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല ഇത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അതും കേട്ടിട്ട് ഞാൻ പോരുകയും ചെയ്തു. പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ഈ ശശികല എന്ന് പറയുന്ന സ്ത്രീക്ക് ഫ്രാങ്ക്ലിൻ പറഞ്ഞു എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഈ കേസ് എല്ലാമായി ബന്ധപ്പെടുന്നത്?
കിരൺ, 4 വർഷം മുമ്പുള്ള ഈ ശശികല എന്ന കടക്കരപ്പള്ളി സ്വദേശിനി, അതായത് ബിന്ദുവിന്റെ വീടിന് അടുത്ത് തന്നെയുള്ള ശശികല എന്ന സ്ത്രീയും ഒപ്പം തന്നെ സോഡ പൊന്നപ്പൻ എന്ന ദല്ലാളുമായുള്ള സംഭാഷണമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിനകത്ത് ഈ നിർണായക സംഭാഷണത്തിലാണ് ഇയാൾ, അതായത് ഈ ശശികല നമ്മളോട് വ്യക്തമാക്കുന്നത് സോഡ പൊന്നപ്പൻ ബിന്ദു കൊല്ലപ്പെട്ടു എന്ന കാര്യം തന്നോട് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ സോഡ പൊന്നപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആദ്യം ബിന്ദുവിന്റെ പേരിൽ 3 ഏക്കറോളം ഭൂമി ബിന്ദുവിന്റെ സഹോദരന്റെ പേരിൽ കുടുംബസ്വത്തായി ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യം ബിന്ദു വിൽക്കുന്നത് ബിന്ദുവിന്റെ കടക്കരപ്പള്ളിയിലുള്ള 30 സെന്റ് ഭൂമിയും വീടും കൂടിയുള്ള സ്ഥലമാണ്. വളരെ തുച്ഛമായ വിലയ്ക്ക് ഒരു പോലീസ് ഓഫീസർക്ക്, ചേർത്തലയിലെ ഒരു പോലീസ് ഓഫീസർക്കാണ് വിൽക്കുന്നത്. ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടനില നിന്നുകൊണ്ട് ആദ്യം ഈ സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനെ സമീപിച്ച ആളാണ് ഈ സോഡ പൊന്നപ്പൻ എന്നുള്ളതാണ്. സോഡ പൊന്നപ്പൻ വഴിയാണ് സെബാസ്റ്റ്യനും ഫ്രാങ്കിൾ എന്ന ദല്ലാളും, അതായത് നേരത്തെ സൂചിപ്പിച്ച ഫ്രാങ്കിൾ എന്ന ദല്ലാളും ഈ ഒരു കച്ചവടത്തിലേക്ക് വരുന്നതെന്നുള്ളതാണ് ആ ശബ്ദ സംഭാഷണത്തിൽ ശശികലയോട് സോഡ പൊന്നപ്പൻ തുറന്നു പറയുന്നത്. തുടർന്ന് ഇവരെല്ലാവരും തമ്മിൽ വലിയ സൗഹൃദമാവുകയും ബിന്ദു സെബാസ്റ്റ്യനും ഫ്രാങ്കിളിനുമായി മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു സൗഹൃദത്തിലേക്ക് പോവുകയും ബിന്ദുവിന്റെ ഓരോരോ പ്രോപ്പർട്ടികളായി വിറ്റ് പോവുകയും ചെയ്തു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ വീട് വിറ്റ സമയത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം ഉൾപ്പെടെ സെബാസ്റ്റ്യനും ഒപ്പം തന്നെ, അതായത് ബിന്ദുവിന്റെ അച്ഛനും അമ്മയും മരിക്കുന്നത് 2003-ലാണ്. 2003 അമ്മയും അച്ഛനും മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് മരണപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ബിന്ദു ഒറ്റയ്ക്കാവുന്ന ഘട്ടത്തിൽ ഇവർ ബിന്ദുവിന്റെ അടുത്തേക്ക് സ്ഥല വിൽപ്പനയുമായി ആദ്യം സോഡ പൊന്നപ്പൻ സമീപിക്കുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ളവർ എത്തുന്നത് എന്നുള്ളതാണ്. ഈ സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഈ ശശികലയുടെ അയൽവാസി കൂടിയാണ് ഈ ഫ്രാങ്കിൾ എന്നുള്ള വ്യക്തി. ഈ ശശികല ഈ സംഭാഷണം നടന്ന ഘട്ടത്തിൽ എന്ന് പറയുന്നത് ഈ ബിന്ദുവുമായി ബന്ധപ്പെട്ട കേസ്, ഇവർ വീടുകൾ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. ബിന്ദുവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായ സമയത്ത് പത്രവാർത്ത കാണിച്ചാണ് ഈ ബിന്ദുവിന്റെ കാര്യം സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച ഘട്ടത്തിലാണ് ഫ്രാങ്ക്ലിൻ പറയുന്നത് ബിന്ദു ജീവനോടെ ഇല്ല, അവളെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ള രീതിയിലുള്ള കാര്യം വെളിപ്പെടുത്തൽ തന്നോട് നേരിട്ട് നടത്തി എന്നുള്ളതാണ് ശശികല വ്യക്തമാക്കുന്നത്. അതിനുശേഷം പൊതുപ്രവർത്തക കൂടിയായ ശശികല അതിനുശേഷം ഇതേ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെയാണ് ഈ സോഡ പൊന്നപ്പൻ ഇവരുടെ ശശികലയുടെ വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾക്കായി ശശികലയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് സോഡ പൊന്നപ്പനും, നമ്മൾ നേരത്തെ പുറത്തുവിട്ട സോഡ പൊന്നപ്പനും ശശികലയും തമ്മിലുള്ള നിർണായകമായ സംഭാഷണം അവർക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ബിന്ദുവിനെ കൊന്നു എന്ന ഫ്രാങ്ക്ലിൻ ഇവരോട് വെളിപ്പെടുത്തിയ ശേഷം പിന്നീട് ഫ്രാങ്കിൾ, അതായത് ഇയാൾ എപ്പോഴും മദ്യപിക്കുന്ന ആളാണ് എന്നുള്ളതാണ് ശശികല പറയുന്നത്. പിന്നീട് ബിന്ദു ഈ ശശികലയോടും ഭർത്താവിനോടുമുള്ള ഈ നിർണായകമായ വിവരങ്ങൾ പറഞ്ഞതിന് ശേഷമുള്ള ഫ്രാങ്കിളിന്റെ ഇടപെടൽ വളരെ വിചിത്രമായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതായത് ആ വീട്ടിൽ വളർത്തുന്ന, ഇയാൾ അരുമയായി വളർത്തുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതിനെ തലക്ക് അടിച്ചു എന്ന് ഇവരെ തൊട്ടടുത്ത വീട്ടിലുള്ള ശശികലയെയും ഭർത്താവിനെയും വിളിച്ച് ഫ്രാങ്കിളിൻ കാണിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഇത് ചത്തുപോയി എന്നുള്ള വിവരം ഇയാൾ കൈമാറുകയും കുഴിച്ചിടാനായിട്ട് ഇവരെ വിളിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ശശികല പറയുന്നത് വളരെ ഭീതിതമാണ്. ഈ ഒരു വിഷയം അന്ന് മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ബിന്ദു ഈ പത്രവാർത്ത കാണിക്കുമ്പോൾ, ശശികല കാണിക്കുമ്പോൾ മരിച്ചുപോയി, അവളെ കൊന്നു എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്ന കരുത്തുള്ള ആണുങ്ങൾ വന്ന് കൊന്നു എന്ന് ഇയാൾ പറഞ്ഞത് എന്നുള്ളതാണ്. അതിനുശേഷം ഇയാളുടെ പെരുമാറ്റം ഭയങ്കര വിചിത്രമായിരുന്നു എന്നുള്ളതാണ് ശശികല പറയുന്നത്. അവർ ആ സ്ഥലം തന്നെ വിറ്റ് ശശികല പോയി എന്നുള്ളതാണ്. അതായത് ശശികല സ്വന്തം വീട് സ്ഥലവും വിൽക്കാനായി നിൽക്കുന്ന സമയത്ത് ഈ സോഡ പൊന്നപ്പനെ സമീപിക്കുമ്പോൾ ദല്ലാള എടുക്കാനായി വന്ന ഒരാളെ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആള് പിന്നീട് ശശികല, ഈ സോഡ പൊന്നപ്പൻ ഇവരെ സമീപിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് ശശികല ചെല്ലണം എന്നുള്ള രീതിയിൽ ശശികലയെ അപായപ്പെടുത്താനുള്ള ശ്രമം അടക്കം നടന്നു എന്നുള്ളതാണ് ശശികല വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് സോഡ പൊന്നപ്പനുമായി സംസാരിക്കുമ്പോൾ വിശദമായി ശബ്ദരേഖ അവർ റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. സെബാസ്റ്റ്യൻ തന്നെയാണോ ശശികലയും അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്ന് പറയപ്പെടുന്നത്? കാരണം ആദ്യം ഈ പ്രോപ്പർട്ടി, ശശികലയുടെ പ്രോപ്പർട്ടി, അത് ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ള പ്രോപ്പർട്ടിയാണ് കിരണ. ആ സ്ഥലം ശശികലയ്ക്ക് മകളുടെ വിവാഹവുമൊക്കെയായി ബന്ധപ്പെട്ട് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്താണ് ഈ സോഡ പൊന്നപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശശികലയെ സമീപിക്കുന്ന ഘട്ടത്തിൽ ഈ ഫ്രാങ്കിൾ ഈ കാര്യം ഇവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതിന് മുമ്പ് തന്നെ, അതായത് ബിന്ദു കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫ്രാങ്കിളിനുമായി പൂച്ച ഉൾപ്പെടെ പിറ്റേ ദിവസം കൊല്ലുന്നത് വരെ മുമ്പ് വെച്ച് കാണിക്കുന്നു. അങ്ങനെ ഇവർ പിന്നീട് അവരുമായി ഒരു അകൽച്ച സൂക്ഷിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഈ സോഡ പൊന്നപ്പനെ, ആ പ്രദേശത്ത് തന്നെയുള്ള ദല്ലാളാണല്ലോ, സോഡ പൊന്നപ്പനെ ഈ സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ ശശികല ഇടപെടുകയും, പക്ഷെ ഇവർ ഇടപെട്ട്
ഈ പറഞ്ഞ ആൾക്കാർ, ഫ്രാങ്കിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇടപെട്ട് അത് തടസ്സമിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ ശശികല നേരിട്ട് ചെല്ലണം എന്നുള്ളത്. അതായത് വാങ്ങുന്നതിനായി സുമേഷ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. അയാൾ ആദ്യം വാങ്ങാമെന്ന് പറഞ്ഞ് വീട് സന്ദർശിച്ച ശേഷം പിന്നീട് അയാൾ ഇവരെ വലിച്ചു നീട്ടിക്കൊണ്ട് ഈ കച്ചവടം കൊണ്ടുപോവുകയായിരുന്നു. ആ ഘട്ടത്തിൽ വീട്ടിലേക്ക് ചെന്നാൽ പണം ഉൾപ്പെടെ തന്ന് സ്ഥലം എഴുതിയിട്ട് പോരാം എന്നുള്ള രീതിയിൽ ശശികലയോട് പറഞ്ഞു എന്നാണ് ശശികല നമ്മളോട് വ്യക്തമാക്കുന്നത്. സോഡാപ്പനപ്പനാണ് ഇക്കാര്യം അറിയിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, താൻ അവിടെ വന്ന് എഴുതേണ്ട കാര്യമില്ല, സ്ഥലം വാങ്ങേണ്ടവരാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി എന്നുള്ള മറുപടിയാണ് താൻ കൊടുത്തത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് അന്ന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് സംസാരിച്ചപ്പോഴാണ് ഈ സോഡാപ്പനുമായിട്ടുള്ള നിർണായക സംഭാഷണം ശശികല റെക്കോർഡ് ചെയ്തത് എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് ബിന്ദുവിനെ വീടിന്റെ ശുചിമുറിയിൽ വെച്ച് ഈ ഫ്രാങ്ക്ലിനും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ചേർന്ന് കൊലപ്പെടുത്തി, ലഹരി നൽകി മയക്കിയ ശേഷം കൊലപ്പെടുത്തി എന്നുള്ള നിർണായക വെളിപ്പെടുത്തലാണ് 4 വർഷം മുമ്പ് സോഡാപ്പന്നപ്പന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ സെബാസ്റ്റ്യന്റെ ചെകിട്ടത്തടിച്ച ശേഷം അടിമേടിച്ച സെബാസ്റ്റ്യൻ, ബിന്ദു അടിച്ചു എന്നാണ് സോഡാപ്പന്നപ്പൻ പറയുന്നത്. അടിച്ച ശേഷം സെബാസ്റ്റ്യൻ തന്റെ മുന്നിലേക്ക് വന്ന ഘട്ടത്തിൽ അടിച്ച കാര്യം ചോദിച്ചപ്പോൾ അത് അടി കൊണ്ടു എന്നുള്ള കാര്യം ബിന്ദു ഇയാളെ മുഖത്തടിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തമാക്കുന്നു. ബിന്ദുവിന്റെ ഓരോ പ്രോപ്പർട്ടി ഡീലിലും ഇടപെട്ടിട്ടുള്ള ആളുകളുടെ ശശികലയുടെ ബാക്കി സംഭാഷണത്തിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകാം. അതിനുശേഷം നമുക്ക് മടങ്ങി വരാം. ഈ പറഞ്ഞ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അല്ലേ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വാമൊഴിയാണ്. വാമൊഴി നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വിശ്വസിക്കുന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഭയമായിരുന്നു. ആ ഭയം കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്തെങ്കിലും ഒരു തെളിവില്ലാതെ എനിക്ക് പുറം ലോകത്തെ അറിയിക്കാൻ പറ്റുകയില്ലായിരുന്നു. ശരണ്യ, തുടരാം. ഈ സംഭവം കേട്ടിട്ട് യഥാർത്ഥത്തിൽ ശശികലയ്ക്ക് ഈ വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ അറിയാമായിരുന്നു, ഇത്തരം ചില ദുരൂഹതകളും ഇത്തരം ചില കൊലപാതകം സംബന്ധിച്ച വിവരങ്ങളും ഒക്കെ. ഇപ്പോൾ ഈ പത്രവാർത്ത കണ്ടപ്പോഴാണ് അവരത് വെളിപ്പെടുത്താൻ തയ്യാറായത്. അല്ല കിരൺ, ഇത് 4 വർഷം മുമ്പ്, അതായത് ബിന്ദു പത്മനാഭനെ കാണാനില്ല, തിരോധാനം സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഇവര് ബിന്ദുവിന്റെ സഹോദരൻ വന്ന് പരാതി നൽകിയല്ലോ. ആ പരാതി നൽകിയ ഘട്ടത്തിൽ തന്നെ ശശികല ഈ തനിക്കറിയാവുന്ന വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ശ്രമിച്ചു. അതായത് ശശികലയുടെ സഹോദരൻ പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ ശബ്ദ സംഭാഷണം ശശികല നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇതിനെ സംബന്ധിച്ച് നേരത്തെ ശശികലയോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സോഡാപ്പന്നപ്പൻ അടക്കമുള്ള ആളുകളെ അന്നത്തെ അന്വേഷണ സംഘം കാര്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സംശയകരമാണ്. കാരണം നമുക്കറിയാലോ, ഈ കേസിന്റെ ആദ്യഘട്ടം തന്നെ ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത് വലിയ രീതിയിൽ ഇഴഞ്ഞു പോയൊരു കേസാണ്. ആദ്യം തന്നെ നമ്മൾ ഈ നേരത്തെ റോസമ്മയുടെ വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നവരെ ഐഷ തിരോധാനത്തിൽ ഈ സെബാസ്റ്റ്യൻ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ അന്വേഷണ സംഘങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വിഷയം ഇത് അവർ പറഞ്ഞത് ഇവരൊരു പൊതുപ്രവർത്തക കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ അന്ന് തന്നെ അത് ക്രൈംബ്രാഞ്ച് സംഘത്തെ എത്തിക്കാൻ അവർ ആ കോൺവെർസേഷൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഇവർ നിരന്തരം ചോദിക്കുന്നുണ്ട്, സാറേ ഈ വിഷയം ഇതിനകത്ത് എന്തായി നടപടി, ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ എന്താ, നിങ്ങൾ എന്തുകൊണ്ട് അത് മറ്റു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എന്ന് ഈ സ്ത്രീ നിരന്തരം ചോദിച്ചതിന് 4 വർഷത്തെ ചാറ്റുകളൊക്കെ അവർ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അത്രയും നിർണായകം. അവർ പറഞ്ഞത് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്ന് എനിക്ക് 100% ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അന്വേഷണ സംഘത്തിന് ഈ നിർണായകമായ ശബ്ദരേഖ കൈമാറിയിട്ടുള്ളത്. ഇപ്പോഴും ആ ശബ്ദരേഖ ഇന്നലെ വന്ന് ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും ഈ വിശദാംശങ്ങളും വിശദമായ മൊഴിയും ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീയുടെ, അതല്ല ഈ ഫ്രാങ്കിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ദല്ലാൽ പണി മാത്രമാണുള്ളത്. പക്ഷെ അയാളുടെ സാമ്പത്തിക സ്രോതസ് വളരെ വലുതാണ് എന്നുള്ളതാണ്. ഈ നോട്ട് നിരോധന കാലത്ത് പണം എടുക്കാൻ ബാങ്കിലേക്ക് പോയപ്പോൾ കൂടെ പോയത് തന്റെ ഭർത്താവാണ് എന്നുള്ള അടക്കമുള്ള നിർണായക വിവരങ്ങൾ ശശികല പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടായത് ബിന്ദു പത്മനാഭന്റെ സ്ഥലങ്ങൾ അവരെ കബളിപ്പിച്ചും അവരില്ലാതാക്കിയ ശേഷവും വിൽപ്പന നടത്തി ഉണ്ടാക്കിയതാണ് എന്നുള്ള ശക്തമായ വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ ഭൂമി കൈയടക്കുന്നതിന് വേണ്ടിയുള്ള ലാൻഡ് മാഫിയയുടെ ഒരു ഇടപെടൽ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബിന്ദു ശുചിമുറിയിൽ വെച്ച്, അവരുടെ വീടിന്റെ ശുചിമുറിയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ 4 വർഷം മുമ്പ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കയ്യിൽ ഈ ശബ്ദരേഖ ലഭ്യമായിട്ടുണ്ട്. അവരിത് വിശദമായി പരിശോധിച്ചു വരികയാണ്.
ഒപ്പം തന്നെ ഈ ശശികലയിൽ നിന്നും വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അവർ പറയുന്നു എന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്, എങ്കിൽ പോലും ഇത് പുറത്തു വരണം, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരണം എന്നുള്ളതാണ്. മാത്രമല്ല ശശികല ഇത് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ അടക്കം ഈ ഓഡിയോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ തന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി കേസിനകത്ത് ഇടപെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് ശശികല എന്നുള്ളതാണ്. അവർ പറയുന്നത് വളരെ നിർണായകമാണ്. ഇപ്പോഴും ഞാൻ ഏത് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിന്ന് വന്ന് പറയാം. പിന്നീട് അത് മാത്രമല്ല, ഈ സോഡ പൊന്നപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് ഇയാൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചുവെന്നും ഇയാൾ പറയുന്നത് സ്ഥിരമുള്ള കാര്യങ്ങളല്ല, ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നുള്ള രീതിയിലും ഇവർ വലിയ പ്രചരണം ഫ്രാങ്കലിന്റെ ഭാഗത്തും ഒപ്പം തന്നെ ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നും സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഫ്രാങ്കലിന്റെ വീട്ടിൽ സെബാസ്റ്റ്യൻ വരുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന നിർണായകമായ ഭാഗവും അവർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശശികല പറഞ്ഞത് സെബാസ്റ്റ്യൻ വളരെ മുഷി, അതായത് 2017 എന്ന് പറയുന്നത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വളരെ സജീവമായി മാധ്യമങ്ങളിലടക്കം വരികയും ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുകയും ചെയ്ത സമയത്താണ്. ആ സമയത്ത് സെബാസ്റ്റ്യൻ ഫ്രാങ്കലിനെ അന്വേഷിച്ച് ഫ്രാങ്കലിന്റെ വീട്ടിൽ വന്നത്, അതായത് ഒരു മുറ്റം പോലെയാണ് തങ്ങളുടെ വീടുകൾ എന്നാണ് ഇവർ പറയുന്നത്. അവിടെ എത്തിയത് താൻ കണ്ടിട്ടുണ്ട് എന്ന്, ഒറ്റത്തവണയാണ് അവിടെ വന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് താൻ കണ്ടിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണ് സെബാസ്റ്റ്യൻ അന്ന്. ശരി, നമുക്ക് ശരണ്യ ശശികലയുടെ ഈ പറയുന്ന ഭാഗങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. എന്താണ് സോഡാപ്പൊന്നപ്പൻ പറഞ്ഞത്? ആ ഓഡിയോ ആണല്ലേ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത്? ആ ഓഡിയോട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ കൊലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, കൊന്നതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ്. ഫ്രാങ്കലിനും സെബാസ്റ്റ്യനും ചേർന്ന് പിന്നെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിലിട്ട് കൊന്നെന്നാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടില് കൊന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരണ്യ തുടരാം. ഇതാണ് അവര് വളരെ അവർ ആ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അവര് നമ്മളോട് സംസാരിക്കാൻ തന്നെ ആദ്യഘട്ടത്തിൽ അവർക്ക് ഭയമായിരുന്നു. പക്ഷെ പിന്നീട് അവര് അക്കാര്യം നമ്മളോട് തുറന്നു പറഞ്ഞു. കാരണം 4 സ്ത്രീകൾ നമ്മുടെ ഇടയിൽ നിന്നും കാണാതായിട്ടുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന്, അത് ബിന്ദുവിനെ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അവർ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫ്രാങ്കലിൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അയാൾ അങ്ങനെ എന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല. ഇത് ബിന്ദുവിന്റെ സ്ഥലം കൈക്കലാക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്ത കാര്യങ്ങളാണ്. അതിനെ ബിന്ദുവിനെ ലഹരി കൊടുത്തു. എവിടെയാണ് ഫ്രാങ്കലിൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അന്വേഷണ സംഘം ഫ്രാങ്കലിനോടും വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സോഡ പൊന്നപ്പൻ അടക്കമുള്ള ആളുകളോടും അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും എന്നുള്ളതാണ്, ചോദ്യം ചെയ്യുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം എത്തി ഈ ഇവരുടെ, അതായത് ശശികലയുടെ കയ്യിൽ നിന്നും വിശദമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട്, ഈ ഓഡിയോയിലെ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. കാരണം മുൻപ് അന്വേഷിച്ച ഒരു അന്വേഷണ സംഘമല്ല, മുൻപ് ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിന്റെ മുന്നിലാണ് ഈ ശശികല ഈ ഓഡിയോ എത്തിച്ചത്. പക്ഷേ അത് ഗുണകരമായി ഉപയോഗിക്കപ്പെട്ടില്ല. അത് നമുക്കറിയാം. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ അന്വേഷണ സംഘം വലിയ വീഴ്ച ഈ സോഡാപ്പൊന്നപ്പനെ എങ്ങനെയാണ് പിന്നെ സെബാസ്റ്റ്യനും ഇയാളുമായിട്ടുള്ള ബന്ധം? ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇവരെല്ലാം റിയൽ എസ്റ്റേറ്റുകാരാണ്. ഞാൻ ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, സോഡാപ്പൊന്നപ്പൻ പറയുന്നുണ്ട് പിന്നെ ബിന്ദു പത്മനാഭനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത്, ഈ സെബാസ്റ്റ്യനെയും ഫ്രാങ്കലിനെയും പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവരെ രണ്ടുപേരെയും വിളിച്ച് നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങൾ പറയും. ഇവർക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഇവർ വട്ടായിട്ട് അഭിനയിക്കുന്നുണ്ട്, അറിയാമേലെന്ന് പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് പല ആവർത്തി അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ബിന്ദു പത്മനാഭൻ, അവരുടെ പേര് പോലും കേട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ കള്ളത്തരാണ്. എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് പലാവർത്തി കൊണ്ടുപോയി ചോദ്യം ചെയ്യും. അദ്ദേഹം എന്താ പറയുന്നത് അതറിയില്ല. അതിന് ചോദ്യം ചെയ്തതിന്റെ ഇതൊന്നും നമ്മളോട് പറയത്തില്ലല്ലോ, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവരിപ്പോഴും സമൂഹത്തിൽ വെലസി നടക്കുന്നുണ്ട്.